വെൽക്കം ബാക്ക് ടു Xylem Learning. It's me Mufida. So മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്പ്ലോറിംഗ് ഫോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ മാറ്റം വരുത്താൻ പറ്റുക. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലേ. ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ എനിക്ക് എന്തായി, അത് മൂവിങ് ആയി. ഓൾറെഡി മൂവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റെസ്റ്റിലാക്കാൻ പറ്റും, ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും, സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ ആണ് നമ്മുടെ എക്സ്പ്ലോറിംഗ് ഫോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഒക്കെ പഠിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത്. സോ ഈ ടോപ്പിക്സുകൾ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ആണ് അല്ലെ. അസേർഷൻ തന്നിരിക്കുന്ന നോക്കൂ. ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജെക്ട്. എന്റെ കയ്യിലൊരു ബലൂൺ ഉണ്ട്, ഞാൻ അതിൽ ഫോഴ്സ് കൊടുത്തു, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ അതിന്റെ ഷേപ്പിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഷേപ്പിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും. സോ ഇത് കറക്റ്റ് ആണ് അല്ലെ. ഇതെന്താണ്, ട്രൂ ആണ്. ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജെക്ട്. നെക്സ്റ്റ് റീസൺ എന്താ, ഫോഴ്സ് ഓൺലി ആക്ട്സ് ഓൺ മൂവിങ് ഒബ്ജെക്ട്സ്. അത് തെറ്റാണ് അല്ലെ, അത് ശരിയല്ല. സോ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്കറിയാം ഫോഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഫോഴ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് മേ മേക്ക് ആൻ ഒബ്ജെക്ട് മൂവ് ഫ്രം റെസ്റ്റ്. അതിനെന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റിൽ നിന്നും മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ചേഞ്ച് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ മൂവിങ് അല്ലെ. അതായത് നമുക്ക് ഒരു ബോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബാറ്റ് ചെയ്യാൻ വിചാരിച്ചോളൂ, ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബാറ്റ് കൊണ്ട് ഞാൻ അതിലൊരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ബോളിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂടുമല്ലോ. വെള്ളം വന്നിരുന്ന പതുക്കെ വന്നിരുന്ന ആ ഒരു ബോളിൻ്റെ സ്പീഡ് ഞാൻ ബാറ്റ് കൊണ്ട് അടിക്കുന്നതോട് കൂടി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോകും അല്ലേ. സ്പീഡ് കൂടും അല്ലെ. സ്പീഡിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് അല്ലേ. അതായത് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുകയാണ്. ബോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ എൻ്റെ കാലുകൊണ്ട് ഒരു കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ബോളിന് എനിക്ക് അങ്ങോട്ട് വേണമെങ്കിൽ വിട്ടൂടെ. സോ ഐ ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദറ്റ് ബോൾ അല്ലേ. സോ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നെക്സ്റ്റ് ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജെക്ട്. ഓക്കെ, അപ്പോൾ ഷേപ്പിൽ മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ അല്ലേ ഈ എല്ലാ എഫക്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വരുത്താൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫോഴ്സ് വളരെ സംഭവം നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ്, അതായത് രണ്ട് ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ്. നോക്കൂ, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെ, നമ്മൾ ഫോഴ്സ് കൊടുക്കും, അപ്പോൾ ആ ഒരു സർഫസിൽ അത് വരും, സർഫസിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് കേട്ടോ. നോൺ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോണ്ടാക്റ്റിൽ വരുന്നില്ല. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു മാവിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴാണ്, നമ്മൾ ആരെങ്കിലും, അപ്പോൾ അവിടെ മോഷൻ ഉണ്ടല്ലേ, മാങ്ങ താഴേക്ക് വീഴുന്നുണ്ട്, ആരെങ്കിലും അത് നമ്മൾ പോയിട്ട് ഒന്നും ചെയ്യില്ലെങ്കിൽ അത് പഴുത്ത് താഴേക്ക് വീഴും അല്ലേ. അതെന്താണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അവിടെ കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല. ആ മാങ്ങയിൽ ആരെങ്കിലും പോയിട്ട് തൊട്ടോ ഇല്ല, ദർ ഇസ് നോ കോണ്ടാക്ട് അല്ലേ. കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ കോണ്ടാക്റ്റിൽ വരാത്തതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് കോണ്ടാക്ട് ഫോഴ്സ് ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ആണ് മസ്കുലാർ ഫോഴ്സ്, ഓൾസോ എന്താണ്, കോണ്ടാക്ട് ഫോഴ്സ് ആണ് കേട്ടോ, അത് മറന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട്സ് എന്താണ്, ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഒരിക്കലും അല്ല, ഓപ്പോസിറ്റ് മോഷൻ. അത് കറക്റ്റ് ആണ് കേട്ടോ. എപ്പോഴും നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്നതാണ്. ഇറ്റ്സ് ഓൾവേസ് ഓപ്പോസിങ് മോഷൻ. മോഷൻ ഓപ്പോസ് ചെയ്യുന്ന ഒരു മാതിരി ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് നമ്മൾ നെഗറ്റീവ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വിച്ച് സർഫസ് ഹാസ് മോർ ഫ്രിക്ഷൻ. ഏത് സർഫസിനാണ് കൂടുതൽ ഫ്രിക്ഷൻ ഉള്ളതെന്നാണ്. സ്മൂത്ത് സർഫസ് ആണോ, റഫ് സർഫസ് ആണോ, പോളിഷ്ഡ് സർഫസ് ആണോ, വെറ്റ് സർഫസ് ആണോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഫ്രിക്ഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ മോഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ബോൾ എന്ത് ചെയ്യാണ്, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോളിനെ നമ്മളൊരു സ്മൂത്ത് സർഫസ്, നമ്മൾ ടൈൽസ് ഒക്കെ പാകിയിട്ടുള്ള ഒരു സർഫസിലൂടെ നമ്മൾ ഉരുട്ടി വിടുകയാണ്. അതിങ്ങനെ അടിപൊളിയായിട്ട് ഷൂ വെച്ചിട്ട് ഇങ്ങനെ പോകും അല്ലേ.
പോയില്ലേ? പോവും. ഇനി ഞാൻ ആ ഒരു സർഫസ് നല്ല പോളിഷ് ചെയ്തൊരു സർഫസ് ആണെങ്കിൽ ഞാൻ വിട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് കാണാൻ പറ്റും അല്ലേ? ഇനി അതേപോലെ ഞാൻ സിമെൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഞാൻ വിടുന്നതെങ്കിൽ അത് അത്ര വലിയ സിമ്പിളായിട്ടൊന്നും പോകില്ല അല്ലേ? അതിങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മോഷൻ വളരെ ബുദ്ധിമുട്ടാണ്. വിച്ച് സർഫസ് ഹാസ് മോർ ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫ് സർഫസ് ആണ് മോർ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പൊ കാര്യം മനസ്സിലാക്കി വെക്കണം. മസ്കുലാർ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനാ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ഓഫ് മസിലിനെ നന്നായിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നോക്കൂ, ഫ്രിക്ഷൻ ഓപ്പോസസ്. ഫ്രിക്ഷൻ ആരെ ഓപ്പോസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഓപ്പോസസ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്. മോഷനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മസ്കുലാർ ഫോഴ്സ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. നെക്സ്റ്റ്, റഫ് സർഫസ് ഹാസ് മോർ ഫ്രിക്ഷൻ ആണല്ലേ ഉണ്ടാവുക. നെക്സ്റ്റ്, ഓയിൽ റെഡ്യൂസസ്. അയ്യോ, ഓയിൽ എന്താ റെഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാം. ഓയിൽ റെഡ്യൂസസ് ഫ്രിക്ഷൻ. അതാണ് നമ്മൾ നമ്മുടെ സൈക്കിളൊക്കെ എടുക്കുന്ന സമയത്ത് എടുക്കാതായിട്ട് നമ്മൾ സൈക്കിൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ അത് ചവിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രീസ് ഓയിലൊക്കെ നമ്മൾ അതെല്ലാം പുരട്ടി കൊടുക്കും അല്ലേ? അതെന്താ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.